ഞാൻ ഇന്നലെ ഇട്ട ആക്ഷൻ വർക്ക് ആവുന്നില്ല എന്നും പറഞ്ഞ് കുറച്ച് പേര് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പ്രോപ്പറായിട്ട് അത് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചത്. ഇതിപ്പോൾ വേറൊരു ഫോട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഓൾറെഡി നമ്മുടെ ആക്ഷൻ ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യാണ് കേട്ടോ. ഇത് ഞാൻ എന്താ വലിച്ച് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ വെബ്സൈറ്റിൽ പോയിട്ട് ഞാൻ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ്. അതായത് ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. അതിൽ നിന്ന് ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡ്രൈവ് ഓപ്പൺ ആവും. അതിൽ ഞാൻ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുകയാണ്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഒന്ന് കാണിക്കുന്നുള്ളൂ. ഇവിടെ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അത് പിന്നും നമ്മളൊന്ന് സേവ് ചെയ്യണേ. സേവ് ചെയ്തിട്ട് ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതേ കിടപ്പുണ്ട്, കണ്ടല്ലോ. നമ്മളിത് ഹൈഡ് ചെയ്തിട്ട് നമ്മളിനി ഫോട്ടോഷോപ്പിലോട്ട് വന്നിട്ട് നമ്മളിതേ ഇവിടെ വന്ന് മുകളിൽ ഞെക്കിയിട്ട് ഇവിടെ ലോഡ് ആക്ഷൻസ് കൊടുക്കുവാണ്. ഈ ലോഡ് ആക്ഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഇവിടെ കിടപ്പുണ്ട്. ഇത് ആ ഒരു ആക്ഷൻ ഞാൻ ലോഡ് കൊടുക്കുവാണ്. ഇത് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ആ ഒരു ആക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ പ്ലേ ഞെക്കുവാണേ. ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, പ്ലേ ഞെക്കിയ ഉടനെ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു മാസ്ക് ഇവിടെ ഓൾറെഡി വീണിട്ടുണ്ട്. ഇനി ഞാൻ ബ്രഷ് എടുത്തിട്ട് ഫോർഗ്രൗണ്ട് കളർ വൈറ്റ് ആക്കിയതിന് ശേഷം നിങ്ങളിവിടെ നോക്കിക്കോളൂ. ഫ്ലോ ഞാൻ കുറച്ചൊന്ന് കുറച്ചിടുവാണ്. അത് ഓരോ ഫോട്ടോയ്ക്ക് അനുസരിച്ച് നിങ്ങൾ മാറ്റുക കേട്ടോ. ഞാൻ ഇവിടെ മാക്കിയാണേ. മാച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോ, ഞാൻ ഫുള്ള് ഇവിടെ മാക്കിയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, മാഞ്ഞു പോകുന്ന കാണാം. ഓക്കെ, ഇനി ഞാൻ സിമ്പിളായിട്ടൊന്ന് ഇത് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ ഇരുന്നാണ് നമ്മളത് ഫുള്ള് മാച്ചു. കണ്ടോ, സ്റ്റിൽ ടെക്സ്ചർ അവിടെ തന്നെ ഉണ്ടാവും. കണ്ടോ, ഇനി ഇതിനകത്ത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ലെയറുകൾ കാണാം. ഈ ലെയർ എല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഇത് ഞാൻ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ വേറെ ഇട്ട് തരാം കേട്ടോ. കാരണം ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഈ ടെക്സ്ചർ നമുക്ക് കൂടുതലായിട്ട് തോന്നിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ഫോട്ടോ ചെയ്തപ്പോൾ ടെക്സ്ചർ ശകലം കൂടുതലായിട്ട് തോന്നുന്നുണ്ട് ഇവിടെ. അപ്പോൾ അത് കൂടിപ്പോയെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഗോഷൻ ബ്ലറിൽ ബ്ലർ കൂട്ടാം. ഇല്ല, ഈ നോയ്സ് ഉണ്ടല്ലോ, ഞാൻ ഇവിടെ ആഡ് നോയ്സ് കൊടുത്തിട്ടുണ്ട്. ഈ നോയ്സ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു നോയ്സ് പിന്നും അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്ര ഈ നോയ്സ് വേണ്ട എന്നാണെങ്കിൽ കുറച്ചുകൂടി നോയ്സ് കുറച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ കണ്ടോ, നോയ്സ് കുറഞ്ഞാണ്ടോ. ഇങ്ങനെ ഇത് ഫുള്ള് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഇന്ന് ഇടാമെന്ന് പറഞ്ഞിരുന്നു. ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇടാമെന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ചെയ്തു തരാം. അപ്പോൾ ഇതാണ് സംഭവം. ഇതിങ്ങനെ വർക്കാവും. നിങ്ങൾക്ക് എന്താണ് കുറച്ച് പേർക്ക് അത് എറർ വന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല കേട്ടോ. എന്താണ് എറർ എന്ന് കറക്റ്റ് ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ കമൻറ്റ് വഴിയോ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ എന്താ വെച്ചാൽ കണ്ടുപിടിക്കാം.